UDFന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയത് പ്രതിപക്ഷമോ പിണറായി വിജയനോ VS ഒന്നുമല്ല. 4 സീറ്റ് ചോദിച്ചത് കിട്ടാത്തതിനാൽ 50 സീറ്റുകളിൽ മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ച INTUCയും അതിന്റെ നേതാവ് R ചന്ദ്രശേഖരനുമായിരുന്നു. ഒന്നുകിൽ 4 സീറ്റുകൾ, അല്ലെങ്കിൽ ചന്ദ്രശേഖരന് 1 സീറ്റ്. ഇതായിരുന്നു അത്രേ മുദ്രാവാക്യം. ഒടുവിൽ ഉമ്മൻചാണ്ടിയും സുധീരനും ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോഴും നിലപാട് ഉറച്ചതായിരുന്നു. ആ നിലപാട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് 4 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ എങ്കിലും നിൽക്കുകയാണ്. 4 സീറ്റ് എന്നത് ഒടുവിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ 2ആയി ചുരുങ്ങിയെന്ന് കേട്ടു. കാഞ്ഞങ്ങാടും ദേവികുളവുമായി. കാഞ്ഞങ്ങാടും ദേവികുളവും മാത്രമല്ല, ഞാൻ തവനൂർ ചോദിച്ചിട്ടുണ്ട് C ഹരിദാസിന് വേണ്ടി, വൈപ്പിന് ചോദിച്ചിട്ടുണ്ട് KP ഹരിദാസിന് വേണ്ടി. അപ്പോൾ ചന്ദ്രശേഖരന് മത്സരിക്കാൻ വേണ്ടി ചോദിച്ച മലമ്പുഴയോ? മലമ്പുഴ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൂടിയാകുമ്പോൾ 5 ആയില്ലേ? 5 സീറ്റുകളും കിട്ടിയേ തീരൂ എന്നത് തന്നെയാണ് നിലപാട്, അല്ലേ? ഞാൻ ഈ ഒരു തവനൂരും വൈപ്പിനും കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ ദേവികുളവും നിർബന്ധമായിട്ട് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ലഭിക്കണം എന്നുള്ള നിലപാട് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ശരി. എന്തായാലും ഇപ്പോൾ ചർച്ച കഴിഞ്ഞിട്ട് വരികയല്ലേ? ഇതിൽ ഏതെങ്കിലും സീറ്റ് കിട്ടുമോ? മിനിമം കാഞ്ഞങ്ങാടെങ്കിലും. ഇപ്പോൾ കാഞ്ഞങ്ങാട് ചോദിക്കുമ്പോൾ കാഞ്ഞങ്ങാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര കമ്മിറ്റിക്ക് അത് അക്സെപ്റ്റബിൾ ആണോ? ഒരു INTUC നേതാവിനെ നിർത്തിയാൽ മതിയോ, അതോ വനിത തന്നെ വേണം എന്നുള്ള നിർബന്ധമുണ്ടോ? അത് അവരെയും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാതെ തീരത്തില്ല. നമ്മൾ ദേവിനെ അനൗൺസ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞാൽ അത് അവിടെ കൂടി ചോദിച്ചിട്ട് വനിതകൾക്ക് വേണ്ടി വെച്ചേക്കുന്നത് ഒരു ദേവിനെടുത്ത് കൊടുക്കുന്നതിനാണ്. ഇത്തരം ചില പ്രാക്ടിക്കൽ ഞങ്ങളിപ്പോൾ 2-2.5 മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കുമ്പോൾ ആത്യന്തികമായി ഒരു കാര്യമുള്ളത്, ഒരു പാർട്ടി എന്ന് പറയുന്നതിനകത്തുള്ള ഘടകങ്ങളാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ വരുമ്പോൾ കാഞ്ഞങ്ങാടും ചില്ലറയും പോയി. ചോദിച്ചതൊന്നും കിട്ടില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഏത് സീറ്റാണ് കിട്ടാനുള്ളത്? പിന്നെ വന്നിരിക്കുന്ന കയ്പമംഗലം സീറ്റ് വീണ്ടും അത് RSP എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കയ്പമംഗലം സീറ്റിൽ വേറൊരാൾ വന്നാലാണ് പിന്നെ വൈപ്പിൻ സീറ്റിൽ നമുക്ക് ഹരിദാസിൻ്റെ ഒരു ക്ലെയിം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നു, ചില കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വൈപ്പിനും പോയി എന്നർത്ഥം. ഇതൊക്കെ നേരത്തെ അറിയാവുന്നതായിരുന്നില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനായിരുന്നു ഇത്രയും വലിയ പ്രസ്താവനയും സീറ്റിനായുള്ള പോരാട്ടവും 50 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പുറപ്പാടുമൊക്കെ? എന്തായാലും ഇനി നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുമായിരിക്കും, അല്ലേ? അല്ലല്ല, അതിപ്പം നമുക്ക് അത് അങ്ങനെ ഇപ്പോൾ ഒരു കമൻറ്റ് പറയാനൊക്കത്തില്ല. കാരണം ആ 2 സീറ്റിൽ ഇപ്പോൾ പിന്നെ കാഞ്ഞങ്ങാടാണല്ലോ ഒരു സീറ്റ് നമ്മൾ പറയുന്നത്. അതിനകത്തും ഈ വനിതാ പ്രാതിനിധ്യം നിർബന്ധമാണ് എന്ന് ഹൈക്കമാൻഡ് ശടിക്കുകയാണ്. അപ്പോൾ വനിതാ പ്രാതിനിധ്യം നിർബന്ധമാണെങ്കിൽ അവിടെ INTUC ജില്ലാ പ്രസിഡന്റിനെ അവിടെ നിർത്തണം എന്ന് നമ്മൾ ഒരു നിലപാടെടുക്കുന്നില്ല. അപ്പോൾ ഇത് 4ഉം കൂടി ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നതു തന്നെ. ചുരുക്കത്തിൽ 1 സീറ്റും കിട്ടില്ല സാർ. ആ മലമ്പുഴയിൽ നിന്ന് VS ജോയിയെ മാറ്റി താങ്കൾക്ക് സീറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള പരിപാടി വല്ലതും നോക്കിയാലോ? KSU സംസ്ഥാന പ്രസിഡന്റ് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം അത് വെട്ടിമാറ്റി എനിക്ക് എന്നെപ്പോലെ ഒരാളിന് നൽകണം എന്ന ഒരു നിലപാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോലും I am not happy with that. അതാണ് ചന്ദ്രശേഖരൻ. എന്തായാലും ഈ മത്സരത്തിൽ കൂടി ചന്ദ്രശേഖരൻ പരാജയപ്പെട്ടു എന്നർത്ഥം. പരാജയപ്പെടലിൻ്റെ പ്രശ്നമേ വരുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ എന്നേക്കാൾ മിടുക്കന്മാരുള്ള ഒരു പാർട്ടിക്കകത്ത് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. തന്നേക്കാൾ യോഗ്യരാണ് മറ്റു സ്ഥാനാർത്ഥികൾ എന്നുകൂടി ഈ ചർച്ചയോടെ ചന്ദ്രശേഖരന് പുതുതായി മനസ്സിലായിരിക്കുന്നു. സീറ്റൊക്കെ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം 50 മണ്ഡലങ്ങളിൽ പ്രതിഷേധ മത്സരത്തിന് തയ്യാറെടുക്കുന്നു എന്നെല്ലാം തട്ടിവിട്ടത് കേട്ട് ഉമ്മൻചാണ്ടി പോലും മനസ്സാലെ ചിരിച്ചു കാണും. ഒടുവിൽ ചർച്ചയ്ക്ക് വിളിച്ച് കശുവണ്ടി വികസന കോർപ്പറേഷനും അഴിമതി അന്വേഷണവും എല്ലാം പറഞ്ഞ് കാര്യമായി പേടിപ്പിച്ച് വിടുകയും ചെയ്തു. ആ പേടിയാണ് ഈ 4 സീറ്റ് വാദം ഇപ്പോഴും മുഴക്കുന്നതിന് പിന്നിൽ. പേടിക്കലും പേടിപ്പിക്കലുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.